നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. നീറ്റ് ഫിസിക്സ് മുഴുവൻ വെറും 100 മണിക്കൂർ കൊണ്ട് പഠിക്കാം. നീറ്റ് ഫിസിക്സിലെ ഏതൊരു ചോദ്യവും മിനിമം ടൈമിൽ, മിനിമം സ്റ്റെപ്സിൽ, തെറ്റാൻ ഒരു സാധ്യതയുമില്ലാത്ത ഫുൾ പ്രൂഫ് മെത്തേഡ്സിൽ നിങ്ങൾക്കും സോൾവ് ചെയ്യാം. ഇതാണ് ഞാൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം. ഇപ്പോൾ സാധാരണ കുക്ക് ചെയ്യാത്ത ആളാണെന്ന് വിചാരിക്കുക. അയാളോട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എത്ര സമയം വേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയം എസ്റ്റിമേറ്റ് ചെയ്ത് പറയാൻ പോലും കഴിയില്ല. മാത്രമല്ല, അയാൾ എങ്ങനെയെങ്കിലും പ്രയാസപ്പെട്ട് കുക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, അത് നമുക്ക് കഴിക്കാൻ പറ്റണമെന്നുമില്ല. ഇനി സാധാരണ കുക്ക് ചെയ്യുന്ന ഒരാൾ, ഇപ്പം നമ്മളുടെ വീട്ടിൽ അമ്മയോ അതല്ലെങ്കിൽ ആരാണ് സാധാരണ കുക്ക് ചെയ്യുന്നത്, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അവർക്ക് എത്ര സമയം, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്ന റിപ്ലൈ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഇത്രയും പെട്ടെന്ന് ഇത് സാധ്യമാണോ എന്ന് നമ്മൾ സംശയിച്ചേക്കാം. മാത്രമല്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയും. അതാണ് എക്സ്പെർട്ടീസ്, വൈദഗ്ധ്യം. ഫിസിക്സ് ഈസ് മൈ പാഷൻ, ബട്ട് ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 11th സ്റ്റാൻഡേർഡിലെ ക്വസ്റ്റ്യനാണ് ഇത് എന്ന് പറഞ്ഞാൽ 11ാം ക്ലാസ്സിൽ പഠിച്ച ഏതൊരു കുട്ടിയോടും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഇനി പാരൻസോ മറ്റാരെങ്കിലും ആണെങ്കിൽ 11ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ കൊടുക്കുക, എന്നിട്ട് സോൾവ് ചെയ്യാൻ പറയുക. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കൂ. ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഗൂഗിൾ ജെമിനിയിലോ അല്ലെങ്കിൽ ചാറ്റ് GPT-യിലോ, അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ എനിക്കിത് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഫസ്റ്റ് സൊല്യൂഷനാണിത്. നോക്കൂ, ഇത് നോക്കൂ, 2 ഫുൾ പേജ് ഉണ്ട്, മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. ഈ ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ മിനിമം സ്റ്റെപ്സിൽ സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ മിനിമം ടൈമിൽ മിനിമം സ്റ്റെപ്സിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞിരിക്കണേന്നറിയോ? നമ്മൾ ഒരു ബോഡി നോക്കൂ, എച്ച് ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്തു, അതായത് താഴേക്ക് ഇട്ടു. അതേസമയം അതിൻ്റെ നേരെ താഴെ നിന്ന് ഒരു ബോഡി നേരെ മേലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്തു. ഇനി ഇത് രണ്ടും എന്താണോ, ഇത് രണ്ടും നോക്കൂ, h/3 എന്താ, അതേ മീറ്റ് വെൻ ദ ഫാളിംഗ് പാർട്ടിക്കിൾ ഹാസ് കവേർഡ് h/3. നോക്കൂ, ഇത് ഇങ്ങോട്ട് വന്നത് എത്രയാ? ഇത് ഇങ്ങോട്ട് h/3 വന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മേലോട്ട് പോയത് എത്രയുണ്ടാവും? 2h/3 ഉണ്ടാവും. 2h/3. ഈ മേലെ നിന്നുള്ള ബോഡിയും താഴെ നിന്നുള്ള ബോഡിയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ച് ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് വരാനെടുത്ത സമയവും ഇത് ഇങ്ങോട്ട് വരാനെടുത്ത സമയവും സെയിം ആണ്. ഒരേ ടൈമിൽ ഇത് കവർ ചെയ്യുന്നതിൻ്റെ ഡബിൾ ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് വെലോസിറ്റിയുടെ ഡബിൾ ആവും ഇത്. ഓക്കെ, ഇവിടുന്ന് മേലെ ഇവിടുത്തെ വെലോസിറ്റി 0 ആണ്, അത് താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി v ആണ് എന്ന് വിചാരിച്ചു. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി പറഞ്ഞാൽ ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ഡിവൈഡ് ബൈ 2 ആ. അതായത് 0 + v/2 പറഞ്ഞാൽ എന്താ, v/2 ആണ് ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്നോ, ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി v/2ന്റെ ഡബിൾ ആവണം. v/2ന്റെ ഡബിൾ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, v/2 × 2 പറഞ്ഞാൽ v ആവണം. ഇവിടുന്ന് പുറപ്പെട്ട വെലോസിറ്റി v1 ആണെന്ന് വിചാരിച്ചോളൂ, ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി v2 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആവറേജ് വെലോസിറ്റി എന്താ, v1 + v2 ഡിവൈഡഡ് ബൈ 2 = v ആണ്. അപ്പോൾ v1 + v2 എന്താ വരിക? v1 + v2 പറഞ്ഞു കഴിഞ്ഞാൽ 2v വരും. ഓക്കെ, ഇനി എന്താണെന്നറിയോ, ഇത് നോക്കൂ, t ടൈമിൽ താഴോട്ട് വരുമ്പോൾ വെലോസിറ്റി കൂടും, മേലോട്ട് പോകുമ്പോൾ വെലോസിറ്റി കുറയും. ഇത് t ടൈമിൽ കൂടി എത്രയാ? 0 ന്ന് v ആയി എന്ന് പറഞ്ഞാൽ v കൂടി. അതേ സമയത്ത് ഇവിടെ എന്ത് ചെയ്യണം? v കുറയണം. തുടങ്ങിയത് v1-ലാണ്, ഇവിടെ എത്തുമ്പോൾ v2 ആണ്. അപ്പോൾ എത്ര കുറഞ്ഞു എന്ന് ചോദിച്ചാൽ v1 - v2 = v ആവണം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, പുറപ്പെട്ട വെലോസിറ്റിയാണ് v1, ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് v2. ആ v2ഉം പിന്നെ അത് ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് v. നമുക്ക് കാണേണ്ടത് v/v2 എത്രയാണെന്നാ. ഓക്കെ, ഇവിടെ നമുക്ക് v2 കാണാം. അതിൽ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2v2 = നമുക്ക് എന്ത് വരും? v എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന റേഷ്യോ v/v2 എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. നോക്കൂ, മിനിമം സ്റ്റെപ്സ് ആണ്,
അതുകൊണ്ട് തന്നെ തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഇതേ സാധനം നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് തന്നെ ഗൂഗിളിലോ അല്ലെ ചാറ്റ് GPT എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം കിട്ടുന്ന സൊല്യൂഷനാണിത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇതിപ്പോൾ 11th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു. 11th ആവുമ്പോഴെന്നാണ്, എല്ലാ കുട്ടികളും പഠിച്ചിട്ടുണ്ടാവുമല്ലോ, 11th പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ക്വസ്റ്റ്യനും നീറ്റിന് വരുന്ന ഏത് ചോദ്യവും ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവും. ആ മെത്തേഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യുക. അത് തന്നെയാണ് പ്രധാനം. ഇനി ഫിസിക്സിലെ അല്ലെങ്കിൽ ജനറലി സയൻസിലെ കൺസെപ്റ്റ്സ് ആദ്യം കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾ ശരിയായിട്ട് കേൾക്കണം. അത് തെറ്റായിട്ട് കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് കറക്റ്റ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കും ക്ലാസ്സുകളുണ്ട്. 6ാം ക്ലാസ് മുതൽ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അപ്പോൾ 6ാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികൾക്ക് വരെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. 11th 12th റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ നേരിട്ട് ഫിസിക്സിൻ്റെ കോച്ചിങ് തന്നെയുണ്ട്. ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ.